ജൂൺ 29, അതായത് മിനിങ്ങാന്ന് രാത്രി ഇന്ത്യ 2024 മെൻസ് വേൾഡ് കപ്പ് 2020 കിരീടം ചൂടി ജയിച്ചു, കപ്പടിച്ചു. അപ്പോൾ അതിനുശേഷം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിക്കുകയുണ്ടായി. പുതിയ താരങ്ങൾക്ക് അവസരം എന്നുള്ള നിലയിൽ കൂടി. പക്ഷേ ഇവർ തന്നെ ഏകദിനത്തിൽ നിന്നുകൂടി വിരമിക്കേണ്ടതാണ് അല്ലേ എന്നുള്ളൊരു സംശയം പൊതുവെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്പണർമാരായിട്ട് ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല്, പിന്നെ അതുകൂടാതെ ഋതുരാജുണ്ട്, പിന്നെ സഞ്ജു സാംസണും നിൽപ്പുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ജയ്സ്വാളിനും ഗില്ലിനും ഇനി ഇന്ത്യ അവസരം നൽകിയേ പറ്റത്തുള്ളൂ. ഒപ്പം സഞ്ജു സാംസണും ഋതുരാജും ഉണ്ട്. ഇനി ആ കൂട്ടത്തിലും ഇനി ഇത്രയും പേര് പോയതിനു ശേഷം ഇനിയും സഞ്ജു സാംസണെ ഒഴിവാക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വിരാട് കോഹ്ലി പിന്മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഡൗൺ ആയിട്ട് സഞ്ജുവാണ് വേണ്ടത്. അന്നേരത്തിന് ഇപ്പോൾ ഋതുരാജിനെ പതുക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഋതുരാജ് മോശം പ്ലെയർ ഉള്ളതല്ല, അയാളൊരു നല്ല ഓപ്പണറാണ്. അറിയില്ല എന്താണെങ്കിലും മുന്നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയ ഒരു കാര്യം, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2025, അതായത് അടുത്ത വർഷം വേൾഡ് ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്. അതായത് ഒരു മിനി വേൾഡ് കപ്പ് എന്ന് പറയാം. പാകിസ്ഥാനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഭാഗ്യക്കേടിനാണ് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ് തോറ്റുപോയത്. ഉറപ്പായിട്ടും ജയിക്കേണ്ടതായിരുന്നു. അന്ന് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. എന്താ പറയുക, 10 കളി കളിച്ചതിൽ 10ലും 9ലും ജയിച്ചത് എനിക്ക് തോന്നുന്നു. 11 കളി കളിച്ചിട്ട് ആ ടൂർണമെൻറ്റ് മുഴുവൻ നോക്കിയാലും ഓസ്ട്രേലിയയെക്കാളും 1, 2, 3 കളി എങ്ങാണ്ട് കൂടുതൽ ജയിച്ചിരിക്കുന്നത് 2 കളി എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇന്ത്യ തന്നെയാണ്. കപ്പ് ഓസ്ട്രേലിയ അടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. എന്നാലും കപ്പടിക്കുന്ന ഫൈനൽ തന്നെ. അപ്പോൾ ഈ 2020 വേൾഡ് അന്ന് ഈ ഏകദിന വേൾഡ് കപ്പ് തോറ്റപ്പം അപ്പം തന്നെ ഇന്ത്യൻ PCCI എടുത്ത ഒരു തീരുമാനമാണ് എങ്ങനെയെങ്കിലും ഈ ഏകദിന വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പലരും വിരമിക്കേണ്ടതൊക്കെ ആയിരുന്നു. പലർക്കും വളരെ പ്ലെയേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷേ എങ്കിലും ഈ 2020 വേൾഡ് കപ്പ് നമുക്ക് നേടാമെന്നുള്ളൊരു പൊതു ചിന്തയിൽ നിന്നും വീണ്ടും രോഹിത് ശർമ്മയും കൂട്ടരെയും തയ്യാറാക്കി വിടുകയായിരുന്നു മാനേജ്മെൻറ്റ്. അപ്പോൾ അതേതായാലും നന്നായി. അപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞെടുത്തൊരു കൂട്ടായ തീരുമാനം, നല്ല കളിക്കാരുടെ നല്ല പരിശ്രമം കൊണ്ട് കപ്പ് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം ഇതേപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി അടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് ഇന്ത്യക്ക് ഇപ്പം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഒരുപാട് യങ് പ്ലെയേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിലും. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി, ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇതുപോലെ ഭംഗിയുള്ളൊരു ടീമുമായിട്ട് പോയി ഇന്ത്യക്ക് അടിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ട് പുറത്തായി. ആ വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ 8 സ്ഥാനങ്ങളിൽ വരുന്നതാണ് ഇംഗ്ലണ്ട്. എനിക്ക് തോന്നുന്നു 10ാമതാണ് ഫിനിഷ് ചെയ്തതെന്നാണ് തോന്നുന്നത്. അപ്പം ഇംഗ്ലണ്ടില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും പിന്നെ ഏകദിനമാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി അടിക്കാം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലായിരിക്കും ടീം ഇന്ത്യ എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം, ഇതുവരെ കണ്ടുവന്ന ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇനി ഇപ്പോൾ ഈ വിരമിച്ച 3 ഞാനീ പറഞ്ഞ പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും അത് ഉന്നം വെച്ചായിരിക്കും നിൽക്കുക. പിന്നെ അപ്പോൾ ആ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷവും ഏകദിനത്തിലും കുറച്ച് വിരമിക്കലുകൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയും ഈ ശുഭ്മാൻ ഗില്ല്, നമ്മുടെ ജയ്സ്വാൾ, ഋതുരാജ്, സഞ്ജു എന്നിവർക്ക് ഏകദിനത്തിലും അവിടെ അവസരം കിട്ടുന്നുണ്ട്. ICC ഏകദിനങ്ങൾ പരമാവധി കുറച്ച് വരികയാണ്. നേരത്തെ 5 ഏകദിനവും 2 2020 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 ഏകദിനവും 5 2020 ആക്കി
അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ടെസ്റ്റുകളുടെയും 2020കളുടെയും എണ്ണം കൂട്ടുകയും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ കൂട്ടുകയും പിന്നെ ഏകദിനങ്ങൾ പരമാവധി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയ അജണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം എന്താണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയോട് കൂടി കുറച്ച് വിരമിക്കലുകൾ കൂടി കാണാം. കാരണം ഇവർക്ക് തന്നെ ഇപ്പോൾ ഈ 2020യിൽ അവസരം കിട്ടാൻ പോകുന്ന യുവ ആളുകൾക്ക് ഏകദിനത്തിലും കൂടെ അവസരം കിട്ടേണ്ടതുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇതേ സീനിയർ ആളുകൾ വിരമിക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് എങ്ങനെയാവും എന്നുള്ളത് അന്നേരം അറിയാം. പിന്നെ ഉണ്ട്, അവിടം കൊണ്ട് നിൽക്കത്തില്ല. അവിടം കൊണ്ട് നിന്നാൽ ഇനി അടുത്ത നമുക്ക് പല തവണയായി, എനിക്ക് തോന്നുന്നു 2 തവണ നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ വന്നിട്ട് തോറ്റു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2025 തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ഫൈനൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കറക്റ്റ് പിക്ചർ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ അതടിക്കാനുള്ള പരിപാടിയിലായിരിക്കും ഇതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ BCCI ആണെങ്കിലും ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിൻ്റെ പുറകെ ഉറപ്പായിട്ടും പോകും എന്നുള്ളതാണ് ഇത്രയും വരെ ഇവർ വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് 2023 മെൻസ് വേൾഡ് കപ്പ് ODI അത് ഫൈനലിൽ തോറ്റു നമ്മൾ. അപ്പോൾ ഇതാ 2020 വേൾഡ് കപ്പ് 2024 ജയിച്ചു കിട്ടി. ഇനി 2025 പാകിസ്ഥാനിൽ വെച്ച് ചാമ്പ്യൻസ് ട്രോഫി മിനി വേൾഡ് കപ്പ് ODI നടക്കുന്നുണ്ട്. അത് നമുക്കടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അടിക്കാനായിട്ട്. അപ്പോൾ ഇത് തന്നെ 99.99% ഇത് തന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ ഉന്നം എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. എങ്കിലും ഇത് തന്നെ ആകട്ടെ എന്ന് കരുതി കാത്തിരിക്കാം. താങ്ക് യു.